താനെന്താ ഒന്നും കഴിക്കാത്തത്? ചന്ദ്രാമ പറഞ്ഞു താനൊന്നും കഴിച്ചിട്ടില്ലെന്ന്. എന്തു പറ്റി? ദേ, അത്താഴപ്പട്ടിണി കിടക്കാൻ പറ്റില്ല. തനിക്കുള്ള ആഹാരം ഇത് കഴിച്ച്. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. അത് വെറുതെ. മനസ്സിലെ സങ്കടങ്ങള് പട്ടിണി കിടന്നാൽ മാറും? ഇല്ലല്ലോ. ദേ, അത്താഴപ്പട്ടിണി കിടന്ന ശരീരത്തിന് ദോഷാണെന്ന മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളത്. കഴിക്കും. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ പഠിക്കണമെന്ന്. എന്റെ അച്ഛനെ എനിക്ക് പുറത്തു കൊണ്ടുവരണം. എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം. അതൊക്കെ നടക്കൂടോ. താൻ സമാധാനായിട്ടിരിക്കും. നിരാഹാരം കിടക്കുന്നത് ഒന്നിനൊരു പരിഹാരമല്ല. കഴിക്കും. വേണ്ട, എനിക്കൊന്നും വേണ്ട. ചിന്നു, താനൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോ വിഷമം കൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. ഈ ആഹാരേ തനിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നതാ. ഇനി ഞാൻ കൊണ്ടുവന്നതുകൊണ്ടാണ് കഴിക്കാത്തതെങ്കിൽ ഞാനിത് തിരിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോളാം. അപ്പൊ ഡ്രൈവർ പയ്യൻ കഴിക്കുന്നില്ലേ? തനിക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട. എന്താണോ? ഇരിക്ക, ഞാൻ കഴിക്കാം. പക്ഷെ താനും കഴിക്കണം. പിന്നെ ഇന്ന് ചിന്നിനുള്ള ആഹാരം ഈ ഡ്രൈവർ പയ്യൻ ഈ കൈ കൊണ്ട് വാരിത്തരും. സമ്മതിച്ചോ? ഇഷ്ടമല്ലേ ഉള്ളിലായെന്നോടിന്നും ഇഷ്ടമല്ലേ ചൊല്ലൂ ഇഷ്ടമല്ലേ കൂട്ടുകാരേ കൂട്ടുകാരേ കൂട്ടിലോ നീയും ഞാനും മാത്രമല്ലേ ഒന്നും മിണ്ടുകില്ലേ. നിലിമേ, എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇനി പടിപടിയായിട്ട് അങ്ങ് നടപ്പിലാക്കിയാ മതി. എന്തോ നടപ്പിലാക്കാന്? ഇത് വെറുതെ പാറയിൽ ചിരട്ട ഒരയ്ക്കുന്ന ശബ്ദത്തിൽ കുഞ്ഞോളെ കുഞ്ഞോളെ എന്ന് വിളിച്ച് ആ രമാദേവിയുടെ പിറകെ നടക്കാനല്ലാതെ നിങ്ങളെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ല. എന്തോളെ, നീ എന്നെ കൊച്ചാക്കാൻ നോക്കണ്ട. 16-ാമത്തെ വയസ്സിൽ കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയ നിന്റെ മോളെ. എന്തോ? നിന്റെ അല്ല, നമ്മുടെ. ഓ, നമ്മുടെ അങ്ങ് ഉറപ്പിച്ചു. ആ മോളെ ഞാനൊരു കമ്പനിയുടെ MD ആക്കിയില്ലേ. അച്ഛാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ. അച്ഛനെ കുറ്റം പറഞ്ഞോണ്ട് പറഞ്ഞതല്ലേ. നീ ഇപ്പൊ കമ്പനിയുടെ MD-യാ. അതെ, അച്ഛന്റെ തന്ത്രം കൊണ്ട് തന്നെയാ. മനുഷ്യ, എന്ത് കാര്യം ചെയ്താലും അത് വേഗം ചെയ്യണം. നിങ്ങളുടെ പെങ്ങടെ മരുമോളെ ഒരു ഐശ്വര്യ റാണി ഉണ്ടല്ലോ, അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കണം എന്നുണ്ടെങ്കിലേ അത് എത്രയും വേഗം ചെയ്യണം. അല്ലാതെ അവൾ അർജുന്റെ കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടിയിട്ടല്ല ചെയ്യേണ്ടത്. അതിലേക്കുള്ള പ്ലാനാണ് ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ വൈകാതെ ഒരു പടുമരണം സംഭവിക്കും. ആ മരണത്തോടെ എല്ലാം ശരിയായി തുടങ്ങും. എല്ലാം ശരിയാവണെങ്കിലേ ആ പടുമരണം നിങ്ങളുടെ പെങ്ങൾ രമാദേവിയുടേതാവണം. അതെ, ആദ്യം കൊല്ലപ്പെടേണ്ടത് രമാദേവിയാ. അതിനും സാധ്യതയില്ലാതില്ല.
ഹലോ ഹലോ, എല്ലാം ഓക്കെ അല്ലേ? ആ ആ ആ. ആ. അല്ലെങ്കിലും അതങ്ങനെ വരൂ. കമ്പനിയില് ഒരു ഒപ്പിടണെങ്കിലും അമ്മയോട് ചോദിച്ചിട്ടല്ലേ ചെയ്യാറുള്ളൂ. അപ്പൊ അവര് കരുതും സ്വന്തം മകന് ഇതുവരെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയും കാര്യശേഷിയും വന്നിട്ടില്ലാന്ന്. ഐശ്വര്യ, നീ ഒന്നും അറിയാത്ത പോലെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. അമ്മയാണ് കമ്പനിയിലെ ചെയർപേഴ്സൺ. അതെ, അത് തന്നെയാ ഞാനും പറയുന്നത്. അതൊക്കെ ഇനി മാറണം. കമ്പനിയുടെ ചെയർമാനായിട്ട് അർജുൻ സാർ ഇരിക്കണം. എന്നാലേ സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഹലോ, ഞാൻ ദേ വരുന്നു. ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ട് ആണാണോ അതോ പെണ്ണാണോ? പെണ്ണ് തന്നെയാ. എന്താ സംശയമുണ്ടോ? അവൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. ഞാനാ പറഞ്ഞത് സിറ്റിയിൽ വെച്ച് കാണാന്ന്. ഇനി ഇവിടെ വന്ന് എന്റെ ഭർത്താവിനും എനിക്കും ഈ വീട്ടില് ഒരു പട്ടിയുടെ പോലും വിലയില്ലെന്ന് അവൾ അറിയണ്ടല്ലോ.